ട്രോളിംഗ് നിരോധനം അവസാനിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴും സംസ്ഥാനത്ത് മത്സ്യലഭ്യതയിൽ വലിയൊരു കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായും അയില, മത്തി തുടങ്ങിയ മത്സ്യങ്ങൾക്കാണ് വലിയ നിലയിലുള്ള ഒരു ലഭ്യതക്കുറവ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ രണ്ട് മത്സ്യങ്ങളുടെയും വിലയിലും വലിയൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ചില മത്സ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. കടലിൽ നിന്നും ലഭിക്കുന്നതായി വളരെ ചില മത്സ്യങ്ങൾ മാത്രമാണ് വിപണിയിലുള്ളത്. അതോടൊപ്പം തന്നെ കടൽ മത്സ്യങ്ങളുടെ ലഭ്യത കുറഞ്ഞ സാഹചര്യത്തിൽ കായൽ മത്സ്യങ്ങളാണ് കൂടുതലും ഇപ്പോൾ വിപണിയിലുള്ളത്. മഴയും മറ്റ് പ്രകൃതി സാഹചര്യങ്ങളും കാരണമാണ് മത്സ്യം ലഭിക്കാത്തത് എന്നൊരു പ്രതികരണമാണ് മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ മത്സ്യ വ്യാപാരികളുമെല്ലാം നമ്മളോട് പങ്കുവെക്കുന്നത്. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ 52 ദിവസം നീണ്ടു നിന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31 അവസാനിച്ചെങ്കിലും ഏകദേശം ഓഗസ്റ്റ് ആദ്യവാരം മുതൽക്ക് നമുക്ക് ശക്തമായി അടിക്കുന്ന കേരള തീരത്ത് മൊത്തം പെയ്യുന്ന മഴ നമ്മുടെ മത്സ്യ ബന്ധനത്തിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. നോർമലി കഴിഞ്ഞ വർഷം അതിൻ്റെ മുൻവർഷങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ വർഷം ട്രോളിംഗ് കഴിഞ്ഞു വരുന്ന ഫിഷിൻ്റെ ലഭ്യത കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മത്സ്യബന്ധനത്തിന് അനുകൂലമായ കാലാവസ്ഥയല്ല എന്നുള്ളത് തന്നെയാണ്. യൂഷ്വലി ഈ സമയത്ത് മീനിൻ്റെ വില കുറച്ചൊക്കെ കുറഞ്ഞു തുടങ്ങുകയും കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് മീൻ വാങ്ങിക്കാൻ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. പക്ഷേ ലഭ്യതക്കുറവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിലക്കയറ്റം അതിൻ്റെ ഭാഗമായി തന്നെ വരും. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമേഴ്സിൻ്റെ ബൈയിങ് പവർ കുറച്ച് കുറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. യൂഷ്വലി ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മീനാണ് അയലക്ക് സ്ഥിരമായിട്ട് വരുന്നതാണ്. പക്ഷേ ഈ ട്രോളിങ്ങിന് തൊട്ട് മുമ്പും അതിന് ശേഷവും അയലയുടെ ലഭ്യതയൊക്കെ വളരെ നന്നായിട്ട് കുറയും. അയലതൊക്കെ നമ്മളെ ഒരുപാട് യൂസ് ചെയ്യുന്നൊരു മീനാണ് കേരള തീരത്തൊക്കെ. പക്ഷെ അതിൻ്റെയൊക്കെ ലഭ്യത നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രതികൂല കാലാവസ്ഥയിലും മീനിൻ്റെ ആവശ്യക്കാർ ഒരുപാടുണ്ടെങ്കിലും ലഭ്യത കുറവ് തീർച്ചയായിട്ടും നമുക്കൊരു പ്രധാന ഘടകം തന്നെയാണ്. കൂടുതലായിട്ട് കിട്ടുന്നത് ഇപ്പോൾ കിളിമീൻ, അതായത് കോരമീൻ, കിളിമീൻ എന്നൊക്കെ പറയുന്നത്, പിങ്ക് പേഴ്സ് കിളിമീൻ വലിയ സൈസ്. പിന്നെ നമ്മളിത് മാനേജ് ചെയ്യുന്നത് കടൽ മീനുകളുടെ ലഭ്യത നമ്മൾ മാനേജ് ചെയ്യുന്നതും കായൽ മീനുകൾ വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ കാളാഞ്ചി, ചെമ്പല്ലി, പുഴക്കട്ല, കരിമീൻ, അതൊക്കെ വളരെ നന്നായിട്ട് ഇപ്പോൾ അവൈലബിലിറ്റി ഉണ്ട്. പക്ഷെ അതും ഈ മഴ കൂടുമ്പോൾ വെള്ളം ഉയരുന്ന സമയത്ത് അതിൻ്റെ ലഭ്യതയും കാര്യമായിട്ട് ബാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ തന്നെ കാണാം, നമ്മളിവിടെ 4 ട്രേയും ഫുള്ളായിട്ട് നമ്മൾ നിൽക്കുന്നതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു 3 ട്രേ ഫില്ല് ചെയ്യാനുള്ള ഫിഷാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. നമുക്ക് 2 ഔട്ട്ലെറ്റാണുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി, ഒരു ദിവസം സെയിൽ ചെയ്യുന്ന ക്വാണ്ടിറ്റി അതുപോലും നമുക്ക് 2 ഔട്ട്ലെറ്റ് സെയിൽ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി പോലും നമുക്ക് കിട്ടുന്നില്ല. അതാണ് ഇപ്പം നിലവിലുള്ള സാഹചര്യം. വില കൂടുതൽ കൊണ്ട് ഒരു കസ്റ്റമർ വാങ്ങിക്കാതിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കസ്റ്റമർ ബൈങ് അപ്പോഴും തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അവരെടുക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെയാണ് അവരൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. മേ ബി അറ്റ് എ ടൈം നമുക്കിവിടെ ഒരു 120-150 കസ്റ്റമേഴ്സൊക്കെ ഡെയിലി വോക്കിനായിട്ട് വരുന്നവരാണ്. അവർ മേ ബി അറ്റ് എ ടൈം ഒരു 3 to 4 ഐറ്റംസ് എടുക്കുന്നതിന് പകരം അതൊരു 2-3 ഐറ്റംസിലേക്കൊക്കെ ചുരുങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എൻ്റെ ബക്കറ്റ് വാല്യൂ കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കേരളം മത്സ്യസമ്പത്തിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണം തന്നെയാണ് മീൻ. സോ ഇത് കൂടുതൽ കാലാവസ്ഥയും നമ്മുടെ ട്രോളിംഗ് ബാനിന് ശേഷം മീൻ അത്യാവശ്യം നല്ലോണം മഴ പെയ്തു മീൻ ഒരുപാട് വരാനുള്ള സാഹചര്യമാണ് ഇനിയുള്ളത്. യൂഷ്വലി മഴ പെയ്ത് കടലൊന്ന് ഇളകി മറിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സ്യബന്ധനം കൂടുതൽ വരും. നല്ല മീനുകൾ നല്ല ക്വാണ്ടിറ്റിയിൽ വരും. അതുപോലെ വില കുറയും. അങ്ങനെ ആളുകളിലേക്ക് എല്ലാവർക്കും നല്ല മീൻ, ഫ്രഷ് മീൻ വില കുറച്ച് തന്നെ എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തവണ അത് ട്രോളിംഗ് നിരോധനം അത് കമ്പയർ ചെയ്യാൻ സമയമായിട്ടില്ല. കാരണം ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ടുള്ളത് ജൂലൈ 31 ഇന്നിപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മഴ ശക്തമായിട്ട് ലഭിച്ചതുകൊണ്ട് നമ്മുടെ സർക്കാർ തന്നെ മത്സ്യബന്ധനം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. കാരണം മത്സ്യബന്ധനത്തിന് പോകുന്നത് അവരുടെ ജീവന് അപകടമാണെന്നുള്ള രീതിയിൽ റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടൊക്കെ ആയിരുന്നല്ലോ അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയി മത്സ്യബന്ധനത്തിനെ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. മേ ബി മഴയൊക്കെ ഒന്ന് മാറി വീണ്ടും ഒരു നോർമൽ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ ബെറ്റർ ആകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളടക്കം എല്ലാ മത്സ്യബന്ധന പ്രവർത്തനങ്ങളും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.